ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ക്യാബേജ് തോരൻ അതുപോലെ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആണല്ലേ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ക്യാബേജ് അരിയുന്ന സമയത്ത് നല്ല പാടായിരിക്കും, എല്ലാം ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ അതുപോലെ തന്നെ കത്തി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഒരേ ഈവൻ ആയിട്ടുള്ള ഒരു അളവിൽ കിട്ടണമെന്നില്ല. എന്നാൽ ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല തിന്നായിട്ടും ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നല്ല എളുപ്പമായിരിക്കും കേട്ടോ. എത്ര ക്യാബേജ് വേണമെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ല, നല്ല തിന്നായിട്ട് ഒരേ അളവിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പീലർ ഉണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പീലർ എടുക്കുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ടുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ തിരക്കിട്ട ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ക്യാബേജ് പീൽ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ എങ്ങനെ ഗ്യാസ് ഒന്നും ചിലവാക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. പലർക്കും അറിയില്ല കുക്കറിൽ ഇതുപോലെയാണ് ചോറ് വെക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ പാകത്തിന് വെള്ളം വെച്ചിട്ട് ദം ചെയ്തെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അടുപ്പിൽ കലത്തിൽ വെച്ച ചോറ് പോലെ തന്നെ നമുക്കായി കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് റേഷൻ റൈസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് റേഷൻ അരി സ്മെല്ലുണ്ട് അതുപോലെ തന്നെ ഒരു കളറില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും ബേക്കിംഗ് സോഡയും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നും വാങ്ങിയതുപോലെ തന്നെയുള്ള അരിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കുക്കറിൽ ചോറ് വയ്ക്കാം എന്ന് നോക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഈ ഒരു അളവിലാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴും കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ പാകത്തിനുള്ള വെള്ളം അളന്നായിരിക്കും വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗർ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കലത്തിൽ വെച്ച ചോറ് പോലെ ആയി കിട്ടുകയും ചെയ്യും. ഗ്യാസ് ചിലവാവുകയില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നില്ല, വെയിറ്റ് ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് ആവി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ആ സമയത്ത് ഞാൻ വെയിറ്റ് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വിസിൽ വരേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു ഇച്ചിരി സമയം വെച്ച് കൊടുക്കുമ്പോൾ ആവിയൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അടുപ്പൊന്ന് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. വിസിലൊന്നും വരുത്താതെ ഗ്യാസ് ചിലവാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലൈവായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ യാതൊരു പേടിയും കൂടാതെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഷുഗർ ഉള്ളവരൊക്കെ ഒരു നേരമായിരിക്കും ചോറ് കഴിക്കുന്നത്. അവർക്കൊക്കെ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഗ്യാസും ചിലവാവില്ല, നമുക്ക് പെട്ടെന്ന് ചോറായി കിട്ടുകയും ചെയ്യും. ഇനി ഇത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന കഞ്ഞിവെള്ളം ഒന്ന് മാറ്റിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചോറ് ഊറ്റിയെടുക്കുന്നത്. അപ്പോൾ സമയവും ലാഭം, അതുപോലെ തന്നെ പാത്രം കഴുകാനുള്ള സമയവും നമുക്ക് നഷ്ടാവില്ല. വളരെ എളുപ്പത്തിൽ ഗ്യാസ് ഒന്നും ചിലവാതെ നമുക്ക് ചോറായി കിട്ടുകയും ചെയ്യും. എല്ലാം ലാഭമാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കുക്കറിൽ നമ്മൾ ചോറ് ഊറ്റിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ വാസറും വിസിലും ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള റൈസായിട്ട് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ വാസറും അതിൻ്റെ വിസിലും ഒന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ളൊരു പാത്രത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കമഴ്ത്തി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് കുക്കായി കിട്ടിയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഇപ്പൊ കണ്ടില്ലേ, വെള്ളമൊക്കെ പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ചോറ് ഒന്നിനോട് ഒട്ടാതെ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുക്കറിൽ ചോറ് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്ന് കംപ്ലൈന്റ് ഉള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ കിച്ചൺ സിങ്ക് അതുപോലെ തന്നെ വാഷ് ബേസിലൊക്കെ ബാഡ് സ്മെല്ല് പോകാനും അതുപോലെ തന്നെ പാറ്റപ്പല്ലികളുടെ ശല്യം പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ബാഡ് സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ.
ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. മഞ്ഞളായാലും ഉപ്പായാലും ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ്. എന്നാൽ 100% തന്നെ റിസൾട്ടും കിട്ടും കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിച്ചൺ സിങ്കിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസിലും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നല്ല ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബാഡ് സ്മെല്ലും പോയി കിട്ടും. ആ വഴി വരുന്ന പാറ്റപ്പല്ലികളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അകാലനര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവ. എല്ലാത്തിനുമില്ല നല്ലൊരു നാച്ചുറൽ റെമഡിയാണ്. അതിന് വേണ്ടിയിട്ടൊരു അതിലേക്ക് ഞാൻ ഒരു പിടി കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കടുകാണ് കേട്ടോ. അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മുടെ മുടിക്ക് മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കറുപ്പോടെ നല്ല കരുത്തായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പണ്ട് കാലം മുതൽ തന്നെ നമ്മളുടെ അമ്മൂമ്മമാരൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് എണ്ണ കാച്ചി തരാറുണ്ടായിരുന്നു. ആ സമയത്ത് അകാലനര അതുപോലെ തന്നെ നരച്ച മുടിയൊന്നും അധികം കാണാറില്ല. എത്ര വയസ്സായാലും നല്ല കരുത്തുള്ള നല്ല കറുപ്പ് മുടിയായിട്ടായിരിക്കും കാണുന്നത്. അതിൻ്റെയൊക്കെ രഹസ്യം ഇത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, കടുകൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു എണ്ണമയം പോലെ നന്നായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് അടുപ്പ് ഓഫ് ചെയ്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഞാൻ ആ പൊടിയിലൊന്ന് കൈയൊന്ന് ഡിപ്പ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കറുപ്പായിട്ട് കിട്ടുന്നുണ്ട്. വെള്ളത്തിലൊന്നും അലിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു പൊടി ഉണ്ടാക്കിയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തലയിൽ പെട്ടെന്നൊക്കെ ഒന്ന് പുറത്ത് പോകുന്ന സമയത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നരച്ച മുടിയൊക്കെ ബ്ലാക്ക് ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ആവണക്കെണ്ണ ഇട്ടിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് 1 മണിക്കൂറിന് ശേഷം സോപ്പോ ഷാമ്പോ ഉപയോഗിക്കാൻ നമ്മൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്നും ഓഫ് ചെയ്ത് വെക്കുമല്ലോ, എന്നാലും അതിൽ നിന്നും ചൂടായി വരുന്നത് നമുക്ക് കാണാം. അങ്ങനെയുള്ള സമയത്ത് അതിൻ്റെ വിസിലൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ആ ചൂടോട് കൂടെ തന്നെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ പെട്ടെന്ന് മുട്ടയൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഗ്ലാസ്സിലായിരിക്കും. വല്ലാത്തൊരു ബാഡ് സ്മെല്ല്, ഒരു പച്ച സ്മെല്ലായിരിക്കും അല്ലേ. അത് പോകാൻ വേണ്ടിയിട്ട് ആ ആവിയിൽ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോകും. നന്നായിട്ട് ചൂടായി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ചൂറ്റുപാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ആ ചൂടായി വരുന്ന സമയത്ത് അതിൻ്റെ ആ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോയിട്ട് നല്ല ഫ്രഷ് ആയി കിട്ടും. ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മിക്സി ജാറൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അച്ചാറ് ഭരണിയൊക്കെ ഉണ്ടാവില്ല, അച്ചാറ് പാത്രങ്ങളൊക്കെ, അതിൻ്റെ ബാഡ് സ്മെല്ല് പോകാനും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയൊരു കാര്യമാണ്, നമുക്ക് കിച്ചണിൽ വളരെ ഉപകാരമുള്ളത് തന്നെയായിരിക്കും. ഈ ഒരു സ്മെല്ല് പോകുക എന്നുള്ളത് ഭയങ്കര ഒരു പാടായിരിക്കും അല്ലേ. ഈ അച്ചാറൊക്കെ കുറേ ദിവസം നമ്മളിട്ട് മാസങ്ങളോളമൊക്കെ കുപ്പിയിലിട്ട് വെക്കുന്ന സമയത്ത് എത്ര തന്നെ കഴുകിയാലും അതിൻ്റെ സ്മെല്ല് പോയി കിട്ടണമെന്നില്ല. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പോയി കിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊരു രമ്പയിൽ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലും അടിപൊളി ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ പുട്ടുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് പറിച്ചിട്ട് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നത്. ഇതിന് മാത്രമല്ല കേട്ടോ, നോൺ വെജൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അപാര സ്മെല്ലാണ്, കിച്ചണിലൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അടുത്തതായിട്ട് വെണ്ടയ്ക്കൊക്കെ നമ്മൾ വാങ്ങിയിട്ട് വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിരിക്കും. പെട്ടെന്ന് അതൊന്ന് വാടി പിന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ചുങ്ങിപ്പോയൊരവസ്ഥയിലായിരിക്കും. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കുറച്ച് സമയം നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് മാറും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ
ഇതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അല്ലെങ്കിൽ എണ്ണ ഒഴിക്കാതെ അതിൻ്റെ വഴുവഴുപ്പൊന്ന് പോയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താലും അതിൽ ഏത് രീതിയിലായാലും നമുക്ക് പെട്ടെന്ന് അത് വഴന്ന് കിട്ടും. തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. മഴക്കാലം ആയാൽ തന്നെ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയായിരിക്കും അട്ടശല്യം എന്നുള്ളത്. പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതി, അപ്പം തന്നെ നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ അട്ട വരുമല്ലേ. അട്ട കടിച്ചാൽ പിന്നെ നമുക്ക് അവിടെ ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. ഭയങ്കര ചൊറിച്ചിലും അലർജിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്കതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ചത്തു പോകുന്നതാണ്. അപ്പം ഞാനിവിടെ കണ്ടില്ല, ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഉപ്പിട്ട് കൊടുത്ത സമയത്ത് പെട്ടെന്ന് അത് വഴുതി വീണ് ചത്തു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.